ഇന്ന് നമുക്ക് ലഞ്ചിന് ഒരു ചൈനീസ് ഡിഷ് ആവാം കേട്ടോ. ഇന്നൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനൊരു 2 ഗ്ലാസ് ബസുമതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും നെയ്യും പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായി 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അത് നേരത്തെ റൈസ് വേവിച്ച് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ വേണം നമ്മളിതിനകത്തേക്ക് ചേർക്കാനായിട്ട്. ഒരു നല്ല കട്ടിയുള്ള പാനിലേക്ക് ഞാൻ ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ചേർക്കുക. അതിനുശേഷം സവാള 1-2 സവാള അരിഞ്ഞ് ചേർക്കുക. പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാബേജ്, ഈ 4 ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പച്ചക്കറികളാണല്ലോ ഇത്. അത് ചേർത്ത് നന്നായി അതിനെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ ചേർക്കാനായിട്ട്. മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർക്കുക. അത് നന്നായി വലിയിച്ചെടുക്കുക. ഞാനിവിടെ ആകെ കുറച്ച് മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ മസാലയായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ് ഒരു കളറിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞ് ചേർത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് വിട്ട് കിടക്കും. ക്യാപ്സിക്കം നേരത്തെ ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ. ഞാനത് വിട്ടുപോയി. ഞാൻ ഇപ്പോഴാണത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ച സ്വാദ് ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഇളക്കി അതെല്ലാം യോജിപ്പിച്ചിട്ട് കുറച്ച് മല്ലിയിലയും നെയ്യും തൂവി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. എല്ലാവരും വീട്ടിൽ